മാറ്റിവെക്കുക ആ ഒരു ദിവസം. കാരണം 364 ദിവസവും നമ്മളുടെ നാവിൽ നിന്നും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതും പരദൂഷണം, നമ്മൾ പറയുന്നതും പരദൂഷണം. ഒരു ദിവസം ഈശ്വരനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപവാസത്തിന് ഇരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഞാൻ ഇന്നത്തെ ദിവസം ഒരു കരിക്കിന്റെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ, ഞാൻ ഭയങ്കരമായിട്ട് ഫാസ്റ്റിംഗ് വെച്ചേക്ക ഉപവാസമാണ്. അതല്ല, നല്ലത് പറയുകയും നല്ലത് ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ദിവസം ഈശ്വര ഭജനത്തോടെ ഇരിക്കുക എന്നാണ് ഉപവാസത്തിന്റെ അർത്ഥം. അതല്ലാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ നിങ്ങൾ എവിടെയെങ്കിലും ചടഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഷുഗറും BP ഒക്കെ ഉള്ളവരാണെങ്കിലും ചിലപ്പോൾ ഒരു പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചോട്ടെ, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കഴിക്കാം. അതായത് ഉപവാസത്തിനോടൊപ്പം നിങ്ങൾക്ക് നിരാഹാരം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതെന്തിനാ ചെയ്യുന്നത്? ആഹാരത്തിന്റെ വില അറിയാനാണ് നിരാഹാരം ചെയ്യുന്നത്. എന്നും ഇഷ്ടംപോലെ വാരി വലിച്ച് കഴിക്കുന്നുണ്ട്, വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ആഹാരത്തിന്റെ വില അറിയുന്നുണ്ടോ? ഇല്ല. ഒരു ദിവസം കഴിക്കാതിരിക്കട്ടെ, അപ്പോഴേ നമുക്ക് വിശപ്പിന്റെ വില അറിയുകയുള്ളൂ. ഈ പണ്ടത്തെ ഋഷീശ്വരന്മാരൊക്കെ ഇതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നതിനെല്ലാം അർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഗർഭിണി ചെയ്യേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായിട്ടുള്ള കർമ്മങ്ങളും ധർമ്മങ്ങളും ഈ ശ്രീനാരായണ ധർമ്മത്തിലുണ്ട്. പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അതുപോലെ തന്നെ ഭഗവാൻ സൂതകം പ്രസവ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു സർഗം ഇതിൻ്റെ അകത്ത് ചതുർത്ഥ സർഗമാണെന്ന് തോന്നുന്നു. അതിൽ പ്രസവ ശുശ്രൂഷ എങ്ങനെ, അതായത് ഭഗവാൻ പറയുന്നുണ്ട്, കുഞ്ഞിനെ വളർത്താൻ അമ്മയ്ക്ക് കഴിവില്ലെങ്കിൽ ആ കുഞ്ഞിനെ ശുചിത്വത്തോടും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും വളർത്താൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരിക്കണം കുഞ്ഞിനെ വളർത്തേണ്ടത്. അതുകൊണ്ടാണ് പണ്ടൊക്കെ പറയുന്നത് വളർത്തമ്മയുണ്ട്, അതിന്റെ പെറ്റമ്മയും ഉണ്ട് എന്നില്ലേ? പെറ്റമ്മയ്ക്കൊന്നും അറിയില്ല എങ്കിൽ ഇതുപോലെയുള്ള ധർമ്മങ്ങളെ സനാതനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം മറ്റു കാര്യങ്ങൾ. സനാതനം എന്ന ഗുരു സനാതനിയാണോ എന്നുള്ള ഒരു വലിയൊരു ചോദ്യം കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കേട്ടതാണ്. ഗുരു സനാതന ധർമ്മത്തിലൊന്നും ഉള്ള ആളല്ല എന്ന് പറയും. എന്താണ് സനാതനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? സനാതനം എന്ന് പറഞ്ഞാല് ഒരിക്കലും നശിക്കാത്തതെന്നാണ്, എന്നും നിലനിൽക്കുന്നത്. ഗുരുവിന്റെ ദർശനം എന്നും നിലനിൽക്കുന്നതല്ലേ? അപ്പൊ പിന്നെ ഗുരു അല്ലാതെ വേറെ ആരാ സനാതനി? നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ശരിയെന്നുള്ള രീതിയിൽ ആ അർത്ഥത്തിലാണ് നമ്മൾ എല്ലാത്തിനെയും കാണുന്നത്. അങ്ങനെയല്ല. ചൂട് പോകുമ്പോൾ അതാണ് ആ ചൂടിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലെ ചൈതന്യമാണ് ഈശ്വരൻ. അപ്പോൾ ഭഗവാൻ പറയുന്നു അച്ഛേദ്യോയം, ഛേദിക്കാൻ കഴിയാത്തതാണ് ഞാൻ, കഴിയാത്തവനാണ് ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം. അദാഹ്യോയം, നമ്മൾക്ക് ഒരിക്കലും അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ കഴിയാത്തതാണ്. അക്ലേദ്യം, ജലത്തിനാൽ നനയ്ക്കാൻ കഴിയാത്തതാണ്. അതുപോലെ തന്നെ അചലോയം, ഞാൻ അചലമാണ്, എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിടത്ത് നിൽക്കുന്നതാണ്. അപ്പൊ കാരണരൂപമായിട്ട് നിൽക്കുന്നതാണ്. കാരണത്തിൽ നിന്നാണ് നമ്മളെല്ലാം, കാര്യവും കാരണം ബ്രഹ്മവുമാണ്. അതിനൊരിക്കലും ഇപ്പൊ ഞാൻ പറയാം, ഈ ഫാൻ കറങ്ങണമെങ്കിൽ ഇതിനൊരു നിശ്ചലമായിട്ടുള്ള ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടല്ലേ അതിന് കറങ്ങാൻ കഴിയുള്ളൂ. അതിന്റെ ആ നടുക്ക് അതിന്റെ മോട്ടർ നിശ്ചലമാണ്. ഈ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അനങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുമോ? ഭൂകമ്പം വരുമ്പോ എന്തോ നമ്മൾ താഴെ വീഴുന്നത്. നമ്മൾക്ക് നിൽക്കാൻ നിശ്ചലമായ ഒരു പ്രതലം വേണം. അപ്പൊ അങ്ങനെ നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്ന നിശ്ചലമായ, ഒരിക്കലും ആർക്കും ദഹിപ്പിക്കാൻ കഴിയാത്ത, അഗ്നിക്ക് ദഹിപ്പിക്കാനോ ജലത്തിന് നനയ്ക്കാനോ അതുപോലെ തന്നെ ആയുധങ്ങൾ കൊണ്ട് മുറിക്കാനോ ഒന്നും കഴിയാത്തതെന്തോ അതാണ് സനാതനം. ഗുരുവിന്റെ ദർശനത്തെ ഈ 100 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾക്ക് ഇന്നത്തേതുപോലെ എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരു ആകാരം, ഒരു ഭേദവും ഇല്ലതിന്. ഇന്നും അതല്ലേ നമ്മൾക്ക്. ഏതാണ് ജാതി? എല്ലാം ഒരു മനുഷ്യനെന്ന് പറയുന്ന, മനുഷ്യന്റെ മനുഷ്യത്വം എന്ന് പറയുന്ന ജാതി, പശുവിന് ഗോത്വം എന്ന് പറയുന്ന ജാതി, മൃഗങ്ങൾക്ക് അതിന്റെ ഓരോ ജീവിക്കും അതിന്റെ ജാതിയുണ്ട്. അതല്ലാതെ നമ്മൾ ഈ പറയുന്ന ഇവിടെ ഇംഗ്ലീഷുകാർ വന്ന് കൊണ്ടു തന്നതാണ് ഈ കാസ്റ്റ് ആണ്, ജാതി, റിലീജിയൻ ആണ്, മതം ഒരിക്കലുമല്ല. ഭഗവാൻ പറയുന്നുണ്ട് ജാതി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. നമ്മൾ ഒരിക്കലും 1 കാസ്റ്റ് 1 റിലിജിയൻ 1 ഗോഡ് പറയരുത്, അത് ശരിയില്ല. ഗുരു പറഞ്ഞ എന്താണ്? 1 സ്പീഷീസ് ആണ്. ഒരു മതം എന്ന് പറഞ്ഞാൽ ഒരു
പറയുന്നുണ്ട് അഭിപ്രായോ മതം നാമ. ഓരോരുത്തർക്കും, അതായത് ഈ പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായമാണ് മതം. അപ്പൊ എനിക്കൊരു മതമുണ്ട് അല്ലെ, എനിക്ക് എന്റെ അഭിപ്രായത്തിലാണ്. അതിപ്പം അതുപോലെ ഒരേ അഭിപ്രായത്തിൽ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടേതാണ് ഒരു മതം. നമ്മുടെ ഹിന്ദുക്കളെല്ലാം ഒരേ അഭിപ്രായത്തിൽ ഒരേ രീതിയിൽ നിൽക്കുന്നവരായതുകൊണ്ട് നമ്മൾ ഹിന്ദു മതം എന്നും അതിനെ പറയുന്നു. പക്ഷേ നമ്മളുടെ ഇംഗ്ലീഷുകാരുടെ അല്ല അമേരിക്കക്കാരുടെ മതം അല്ല നമ്മുടെ മതം എന്ന് പറയുന്നത്. പിന്നെ ഒരു ദൈവം, ആ എന്താ പറയുന്നത്, ഓംനി പൊട്ടന്റ്, ഓംനി പ്രസന്റ്, ഓംനീഷ്യസ് എന്ന് പറയുന്ന എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ബ്രഹ്മം, ആ ബ്രഹ്മമാണ് ഈശ്വരൻ. നമ്മളോടൊക്കെ ഓരോരുത്തർ പറയും നിങ്ങൾക്ക് എത്ര ദൈവങ്ങളാണ്, നിങ്ങൾക്ക് 33 കോടി ദൈവങ്ങളാണ്. ഒന്ന് അതായത് ഗണപതിയെ കളിയാക്കും, അതുപോലെ തന്നെ ഹനുമാനെ കളിയാക്കും. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇതെല്ലാം അതായത് ഇതിലെല്ലാം ഈശ്വരൻ ഉണ്ടെന്ന് കാണിക്കുന്ന നമ്മുടെ ദൈവം എന്താണ്? നമ്മളുടെ ബ്രഹ്മമാണ്. ബ്രഹ്മം അതായത് ബൃഹത്തായവെന്നാണ് ബ്രഹ്മം എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നത് എന്താണോ അതാണ് ബ്രഹ്മം. അപ്പോൾ ഗുരു ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മളുടെ പഞ്ചമഹാകർമ്മത്തിൽ അസ്തേയമാണ് പറഞ്ഞത് അല്ലേ, മോഷ്ടിക്കാതിരിക്കുക പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ പോയത്. അതിനുശേഷം പറയുന്ന അവ്യഭിചാരം. എല്ലാവർക്കും അറിയാം എന്താണ് അവ്യഭിചാരം എന്ന്. വ്യഭിചാരം എന്ന് പറയുന്നത് മറ്റൊരാളിന്റെ ആഗ്രഹമോ അവരുടെ അനുവാദമോ ഇല്ലാതെ അവരെ നോക്കുന്നത് പോലെ വ്യഭിചാരമാണെന്ന് ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്നുണ്ട്. ഒരുത്തൻ ഒരുത്തി, ഭഗവാൻ അത് പിന്നീട് പറയുന്നുണ്ട്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ. ഇന്നിപ്പോ വിവാഹത്തിന്റെ കാഴ്ചപ്പാടുകളെല്ലാം മാറിയിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഇന്ന് വിവാഹം, നാളെ ഡിവോഴ്സ്. അമ്മ എന്താ കുട്ടിയോട് പറഞ്ഞു വിടുന്നത്? നിനക്ക് അവിടെ പറ്റത്തില്ലെങ്കിൽ നീ ഇങ്ങ് പോരെ. ഇതാണ് പ്രശ്നം. നമ്മുടെ മക്കളോട്, നമ്മളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് 10, 30, 25 വർഷമായിട്ട് നമ്മൾ ഒരാളിനോടൊപ്പം ജീവിക്കുന്നു. നമ്മളുടെ മക്കളെ വളർത്തി, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണും. ഒരുപാട് കാര്യങ്ങളുണ്ട്. വിട്ടുവീഴ്ചകൾ ചെയ്ത് നമ്മൾ ജീവിക്കുക. അങ്ങനെയാണ് എങ്കിൽ മാത്രമേ ഒരു പുതിയ തലമുറ ഉണ്ടാവുകയുള്ളൂ. എല്ലാ കുട്ടികളും ഇങ്ങനെ വിവാഹം കഴിക്കുക, ഡിവോഴ്സ് ചെയ്ത് പോവുക, എങ്ങനെയായാൽ ഒരിക്കലും ഇനിയൊരു പുതിയ തലമുറയെ നമുക്ക് കിട്ടുകയില്ല. അപ്പോ അവ്യഭിചാരം എന്ന് പറയുന്നത് ഗുരു പറയുന്നുണ്ട്, ഈ 2 പേരിൽ ഭാര്യാഭർത്താക്കന്മാരിൽ ഒരാള് അകാലത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് 2 പേർക്കും അവരുടെ ആരോഗ്യവും അതുപോലെ തന്നെ കാലം അനുവദിക്കുന്നെങ്കിലും അവർക്ക് രണ്ടാമത് ഒന്നുകൂടി വിവാഹം കഴിക്കാം എന്ന് കരുതിയിട്ട് പിന്നീട് പോയി വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പൊ അതാണ് അവ്യഭിചാരം. പിന്നെ ഗുരു പറയുന്ന ഒരു കാര്യമാണ് മദ്യവർജനം. മദ്യം കഴിക്കുന്നവരെ കാണുന്ന, അതായത് ഗുരു പറയുന്നത് അവരുടെ അടുത്തേക്ക് പോലും ചെല്ലാൻ ആൾക്കാർ ഇഷ്ടപ്പെടില്ല. മദ്യം കഴിക്കുന്നവനെ നാറുമെന്നാണ് ഗുരു. ശരിക്കും അങ്ങനെ തന്നെയാണ് ഇതിൽ പറയുന്നത്. മദ്യം എന്ന് പറയുന്നത് എന്താണ്? എത്രയോ കുടുംബങ്ങളെ ഇല്ലാതെയാക്കുന്നതാണ്. അല്പം വല്ലപ്പോഴും ഒരിത്തിരി മദ്യം കഴിക്കുന്നത് അല്ല പറയുന്നത്. ചിലര് മദ്യം മാത്രമേ കഴിക്കുള്ളൂ. ആഹാരം കഴിക്കുന്ന ഗുളിക പോലെയോ അല്ലെങ്കിൽ മരുന്ന് പോലെയായിരിക്കും. അവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മദ്യം കഴിക്കുന്ന ഒരാളിനെ എല്ലാവരും വെറുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഒരു ഗൃഹസ്ഥാശ്രമി പാലിക്കേണ്ടതാണ്. അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. ഇതിനുശേഷം പിന്നീട് ഗുരു ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ വളരെ വ്യക്തമായ ഇതിൽ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. അതായത് ഒരു കുഞ്ഞിനെ അമ്മ ഗർഭിണിയാകുമ്പോൾ മുതൽ അമ്മ സാത്വികമായ രീതിയിൽ ജീവിക്കുക. അതിനുശേഷം ആ കുഞ്ഞിന് ബാല്യം, കൗമാരം, ഈ 2, അതായത് ഗുരു ഇവിടെ പറയുന്നത് 9 വയസ്സ് വരെ ഒരു കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്ന മൂല്യം എന്തോ അതാണ് അവനെ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഷാജി സാർ ഇവിടെ പറഞ്ഞത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ആ പറഞ്ഞ കാര്യത്തിന് നമ്മൾ തീർച്ചയായിട്ടും കയ്യടി കൊടുക്കണം.